ഞങ്ങളെ പോലുള്ള പഠിച്ച് പാസ്സായ പാവങ്ങളെ ഈ തെരുവിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്ന സർക്കാരിൻ്റെ ഈ നീക്കങ്ങൾ നിങ്ങൾ എതിർക്കണം. നമുക്കറിയാം, മലപ്പുറത്ത് 120 സീറ്റുകൾ അനുവദിച്ചപ്പോൾ അത് 90 എണ്ണവും എയ്ഡഡ് മേഖലയ്ക്കാണ് നമ്മുടെ സർക്കാർ അനുവദിച്ചത്. അപ്പോൾ ഇന്നും നമുക്ക് LPSCക്കാർക്കാണ് ഈ അവസ്ഥയെങ്കിൽ നാളെ അത് എല്ലാ PSCക്കാർക്കും വരുന്നുള്ളതാണ്. ഞങ്ങൾക്ക് നീതി വാങ്ങി തരണം. സമരം തുടങ്ങിയിട്ട് 34 ദിവസമായി. ഞങ്ങളുടെ സമര നായിക വളർമതി ടീച്ചർ ഇവിടെ നിരാഹാരം കിടക്കാൻ തുടങ്ങിയിട്ട് 10 ദിവസമായി. ഭിന്നശേഷി സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു ഓർഡറാണിത്. നമ്മുടെ സുപ്രീം കോടതി വിധിയുള്ളതാണ്. ഭിന്നശേഷി സംവരണം നിൽക്കെ ആദ്യ സീറ്റ് ഭിന്നശേഷിക്കാർക്ക് മാറ്റിവെച്ചുകൊണ്ടാണ് ബാക്കി നിയമനങ്ങൾ നടത്താവൂ എന്നത്. അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മലപ്പുറത്ത് 120 സീറ്റുകൾ അനുവദിച്ചപ്പോൾ അത് 90 എണ്ണവും എയ്ഡഡ് മേഖലയ്ക്കാണ് നമ്മുടെ സർക്കാർ അനുവദിച്ചത്. സർക്കാർ സ്കൂളുകൾ ഇവർ കണ്ണിൽ കാണുന്ന പോലുമില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ 90 സീറ്റുകൾ അനുവദിച്ചത് പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒരു സീറ്റ് 1,03 ലക്ഷത്തിന് വിൽക്കാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഒത്താശ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ വകുപ്പും നമ്മുടെ ഈ ഗവൺമെൻറ്റും ഇന്ന് ഭരണത്തിൽ കയറിയിരിക്കുന്നത് എയ്ഡഡ് സ്കൂളുകളുടെ ഏജന്റായി പ്രവർത്തിക്കാനെന്നാണെന്ന് ഞാൻ കുറച്ച് പറയാനായിട്ട് സാധിക്കും. ഞങ്ങളെ പോലുള്ള പഠിച്ച് പാസ്സായ പാവങ്ങളെ ഈ തെരുവിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്ന സർക്കാരിൻ്റെ ഈ നീക്കങ്ങൾ നിങ്ങൾ എതിർക്കണം. ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണം. ഈ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. ഞങ്ങൾക്ക് നീതി വാങ്ങി തരണം. ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അതിന് പരിഹരിക്കാനുള്ള ഒരു നടപടിയും എടുത്തില്ല. നമ്മൾ ഈ പഠിച്ചെഴുതി ഇവിടെ കിടക്കുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. അപ്പോൾ ഇന്നും നമുക്ക് LPSCക്കാർക്കാണ് ഈ അവസ്ഥയെങ്കിൽ നാളെ അത് എല്ലാ PSCക്കാർക്കും വരുന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരും ഓർക്കണം. ഇന്നത്തെ പിള്ളേരെല്ലാം എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു പറയുന്നത്. എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്? ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ്. പിള്ളേർക്ക് തന്നെ എന്തില്ല, ഇവിടുത്തെ സിസ്റ്റത്തിൽ വിശ്വാസമില്ല. നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കാണിച്ചു കൊടുക്കേണ്ടത് ആരാ? നമ്മൾ അധ്യാപകരും കൂടി. ആ അധ്യാപകർക്ക് തന്നെ ഇങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ പിന്നെ എന്താണ് ഇതിൽ പറയുന്നത് അർത്ഥമുള്ളത്?